നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഡ്രൈവർ കസ്റ്റഡിയിൽ. അദ്ദേഹം മലയാളിയാണ്. രാഹുലിനെ ബംഗളൂരുവിൽ എത്തിച്ച മലയാളിയായ ഡ്രൈവറെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തെരച്ചിൽ നടത്തിയെങ്കിലും എന്നാൽ രാഹുലിനെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. 8ാം ദിവസവും രാഹുൽ ഒളിവിൽ കഴിയുകയാണ്. ഈ ഘട്ടത്തിലാണ് രാഹുലിനെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കടത്തിയ ഡ്രൈവറെ പോലീസ് പിടികൂടുന്നത്. ഇന്നലെ തന്നെ രാഹുൽ അറസ്റ്റിലാകുമെന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഈ വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ രാഹുലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഏറ്റവും ഒടുക്കം നൽകുന്ന റിപ്പോർട്ടും. അതേസമയം അദ്ദേഹത്തിന്റെ ഡ്രൈവറെ പിടിച്ചിരിക്കുന്നു. എന്നാൽ ഡ്രൈവറുടെ ഭാഗത്തുനിന്നും യാതൊരു മൊഴികളും ലഭിച്ചില്ല. രാഹുലിനെ ബാംഗ്ലൂരിൽ കൊണ്ടുവിട്ടു എന്ന് മാത്രമാണ് പറഞ്ഞതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസാന ലൊക്കേഷൻ സുള്ളിയിലാണെന്ന് കണ്ടെത്തി. അതായത് കർണാടക കേരള അതിർത്തിയിൽ എന്തായാലും തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ കേരളത്തിൽ നിന്നും കർണാടകയിലേക്കാണ് കടന്നതെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ നിഗമനത്തിലെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്വേഷണം വ്യാപിപ്പിച്ചത്. എന്തായാലും സുള്ളിയിലാണ് MLA അവസാനത്തെ ലൊക്കേഷനുമുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഇന്ന് 8ാം ദിനമാണ്. പോലീസിൽ നിന്നും വിവരം ചോർന്നതായി അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. കാരണം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ നിന്നും രാഹുൽ വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേക പോലീസ് സംഘത്തിൽ എന്തായാലും രാഹുലിന്റെ പ്രധാനപ്പെട്ട ആളുകളുണ്ടോ, അല്ലെങ്കിൽ അവിടുന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പോലീസിൽ നിന്ന് വിവരം ചോരുന്നതായി അന്വേഷണ സംഘത്തിന് തന്നെ സംശയം വന്നതായും റിപ്പോർട്ടുകളുണ്ട്. SIT നീക്കങ്ങൾ രഹസ്യമായിരിക്കണം എന്നതാണ് ഉന്നതതല നിർദ്ദേശം. ആ ഘട്ടത്തിലാണ് രാഹുൽ പോലീസിന് പിടിതരാതെ ഇങ്ങനെ വഴുതി മാറിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ കേസിൽ KPCCക്ക് പരാതി നൽകിയ യുവതിയുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു. FIR രജിസ്റ്റർ ചെയ്തു. ക്രൂരമായ പീഡനമാണ് ഈ പെൺകുട്ടിയും രാഹുൽ നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഫെനി നൈനാൻ ഈ പെൺകുട്ടിയെ രാഹുൽ പറഞ്ഞ സങ്കേതത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയാണ് എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. KPCCക്ക് ലഭിച്ച പരാതിയിൽ യുവതിയുടെ അഡ്രസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്രൈംബ്രാഞ്ച് നേരത്തെ മൊഴിയെടുത്ത യുവതികൾ ഒരാളാണ് ഈ പെൺകുട്ടി എന്നാണ് കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ച് പോലീസ് വ്യാപകമായി പരിശോധിക്കുകയായിരുന്നു. തുടർന്നാണ് പരാതിക്കാരി ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. തുടർന്ന് മൊഴി രേഖപ്പെടുത്തും. ഇതിന്റെ ബാക്കിയുള്ള സാങ്കേതിക വശങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാലും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. FIRലെ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതിഭീകരമായ ക്രൂരമായ പീഡനമാണ് രാഹുൽ നടത്തിയത്. ദേഹത്ത് നിരവധി ഇടങ്ങളിൽ മുറിവുകൾ ഉണ്ടായതായും 23കാരി പോലീസിനോട് മൊഴി നൽകുന്നുണ്ട്. അയൽ സംസ്ഥാനത്തുള്ള യുവതിയുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനം എന്തായാലും വ്യാപകമായി അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് നടത്തുന്നുണ്ട്. സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതി KPCCക്ക് പരാതി അയച്ചത്. പരാതിക്കാരിയുടെ മൊഴിയിൽ ഉറച്ചു നിന്നാൽ രാഹുലിന് എന്തായാലും കുരുക്ക് മുറുകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരുന്ന ദിവസം കൂടിയാണ്. അത്തരം ഒരു ദിവസത്തിൽ തന്നെ 2ാമത്തെ FIR കൂടി വരുന്ന ഘട്ടത്തിൽ എന്തായാലും രാഹുലിന് ആദ്യ ലൈംഗിക പീഡന പരാതിയിൽ ജാമ്യം ലഭിച്ചാൽ പോലും ഒളിവിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. 2ാമത്തെ പരാതിയിലും ജാമ്യമില്ലാത്ത വകുപ്പുകൾ തന്നെയാണ് പോലീസ് ചുമത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. 2ാമത്തെ ബലാത്സംഗത്തിന്റെ FIR പ്രോസിക്യൂഷൻ എന്തായാലും കോടതിയിൽ നൽകുന്നുണ്ട്. രാഹുൽ സ്ത്രീകളെ നിരന്തരമായി ശല്യം ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പ്രോസിക്യൂഷൻ എന്തായാലും വാദിക്കുക.